അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ ജുറാസിക് പാർക്ക്. ഡയറക്ടർ സ്റ്റീവൻ സ്പീൽബെർഗ് സംവിധാനം ചെയ്ത് 1993 പുറത്തിറക്കിയ അടിപൊളി അഡ്വഞ്ചർ സയൻസ് ഫിക്ഷൻ ജെയിന്റ് ഹൊറർ സിനിമയാണ് ജുറാസിക് പാർക്ക്. ഈ മൂവി അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. എന്നിരുന്നാലും ജുറാസിക് പാർക്ക് മൂവി ഇഷ്ടപ്പെടുന്നവർക്കും ചിലപ്പോൾ ഇനി പുതിയതായി അറിയുന്നവർക്കും വേണ്ടിയാണ് ഈ എക്സ്പ്ലനേഷൻ. സിനിമയുടെ തുടക്കത്തിൽ കുറേ ആളുകൾ എന്തോ റിസർച്ച് ചെയ്തുകൊണ്ട് ഒരു ഗുഹയിലേക്ക് കടക്കുന്നു. അങ്ങനെ കുറേ പരിശ്രമത്തിനിടയിൽ അവസാനം അവർക്ക് ഒരുതരം സ്റ്റോണ് കിട്ടുകയാണ്. ഇത് കിട്ടിയ ആളും ഒപ്പമുണ്ടായിരുന്നവരെല്ലാം ഒരുപാട് സന്തോഷത്തിലാവുന്നു. ഇത്രയും സീൻ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ തുടങ്ങുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായകനായ അലനെയും നായികയായ എല്ലിയെയുമാണ്. അവർ ഈ ഫോസിലുകളെ പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശേഷം അവർക്കവിടെ വെച്ച് വെലോസിറാപ്റ്ററിൻ്റെ ഫോസിൽ കിട്ടുന്നു. തുടർന്ന് അലൻ ആ ഫോസിലിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങളെല്ലാം ബാക്കിയുള്ളവരോട് പറയുന്നു. ഈ സമയം ഒരു കൊച്ചുകുട്ടി അവിടെ വന്ന് അലനെ കളിയാക്കുകയാണ്. ഇത് കേട്ടതും അലൻ അടുത്തേക്ക് ചെന്ന്, ഞാനീ പറയുന്നതൊന്നും കെട്ടുകഥയല്ല, ഈ വെലോസിറാപ്റ്റർ അതിൻ്റെ കൂർത്ത നഖമുള്ള കൈകൊണ്ട് തൻ്റെ ഇരയെ കൊല്ലുമെന്നും ശേഷം ഭക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട് ആ കൊച്ചുകുട്ടിയാകെ ഭയന്ന് വിറച്ചുപോയി. തിരിച്ചു പോകുന്ന വഴിക്ക് അലൻ എല്ലിയോട്, എനിക്ക് കൊച്ചുകുട്ടികളെ ഇഷ്ടമില്ല, അവർ വലിയ കുരുത്തക്കേടാണ്, കണ്ടില്ലേ ഇപ്പോൾ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഹെലികോപ്റ്റർ വന്നിറങ്ങുകയാണ്. പെട്ടെന്ന് അലൻ ഓടി ഹെലികോപ്റ്റർ വന്ന് ആ ഫോസിലിൽ കൊള്ളുന്നതിന് മുമ്പ് അങ്ങോട്ടേക്ക് പോയി മാറ്റി ലാൻഡ് ചെയ്യാൻ പറയുകയാണ്. കാരണം ഈ ജോലി തൻ്റെ ജീവിത ഭാഗമായിട്ടാണ് അലൻ എടുത്തിരുന്നത്. എന്നാൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത് അലൻ്റെയും എല്ലിയുടെയും ഇൻവെസ്റ്ററായ ജോൺ ഹാമണ്ട് എന്ന ആളാണ്. കുറെ നാളുകൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലിൽ അവർ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. തുടർന്ന്, ഞാൻ 5 വർഷം കൊണ്ട് ലോകത്ത് ആരും തന്നെ ചെയ്യാത്ത ഒരു വലിയ പാർക്ക് നിർമ്മിച്ചിട്ടുണ്ട്, അവിടേക്ക് നിങ്ങൾ രണ്ടുപേരും വരണമെന്ന് ജോൺ ഹാമണ്ട് അവരോട് പറയുകയും ഒപ്പം നിങ്ങൾ രണ്ടുപേരും വന്നാൽ നിങ്ങൾ റിസർച്ച് ചെയ്യുന്നവർ ആയതുകൊണ്ട് ആ പാർക്ക് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ ഗവൺമെൻറ് എനിക്ക് നേരത്തെ തരുമെന്നും പറയുന്നു. പക്ഷേ നമ്മൾക്ക് അതിനുള്ള സമയമില്ല, തൽക്കാലം നമുക്ക് വരാൻ പറ്റില്ല എന്ന് അവർ അദ്ദേഹത്തിനോട് പറയുമ്പോൾ, ഇതിനായി നിങ്ങൾക്ക് അടുത്ത 3 വർഷം റിസർച്ച് ചെയ്യാനുള്ള പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കുന്നു. ഇത് കേട്ടതും ആ പാർക്കിലോട്ട് പോകാൻ ഇരുവരും സമ്മതം മൂടുന്നു. ഇരുവർക്കും തങ്ങളെ കൊണ്ടുപോകുന്ന പാർക്ക് ഏതാണെന്ന് അറിയില്ല. അതൊരു സസ്പെൻസ് ആയിട്ടാണ് അവർക്ക് വെച്ചിരുന്നത്. ശേഷം അടുത്ത സീനിൽ കാണിക്കുന്നത് ഡെന്നീസ് എന്ന് പറയുന്ന ഒരാളെയാണ്. അയാൾ അവിടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ഒരു റെഡ് ടീഷർട്ട് ഇട്ട ആൾ അങ്ങോട്ടേക്ക് വന്ന് അവനിക്ക് കുറെ അധികം പൈസ കൊടുത്തിട്ട്, ഇതിന് പകരമായി നീ എനിക്ക് 15 തരത്തിലുള്ള ഡൈനോസറുകളുടെ DNA കൊണ്ടുവരണമെന്ന് പറയുന്നു. പൈസ കിട്ടിയതോടെ ഓക്കെ എന്ന് ഡെന്നീസ് സമ്മതവും ചെയ്യുന്നു. പിന്നീട് അടുത്ത സീനിൽ അവർ 3 പേരും കൂടാതെ സഹായികളായ 2 പേരും ചേർന്ന് ഹെലികോപ്റ്ററിൽ അതിമനോഹരമായ വെള്ളച്ചാട്ടവും പച്ചപ്പ് കൊണ്ട് നിറഞ്ഞ സ്ഥലത്തേക്ക് വന്നിറങ്ങുന്നു. അതിനുശേഷം അവർ 2 ജീപ്പുകളിലായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. അവിടെ വെച്ച് അലനും എല്ലിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു ജീവിയെ കാണാൻ സാധിക്കുന്നു. അതെ, നമ്മുടെയൊക്കെ കൊച്ചുകാലത്ത് മനസ്സിൽ ഭീതി കൂട്ടിയ ഭീമൻ ഡൈനോസർ. അവർക്ക് അവരുടെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ബ്രോണ്ടോസോറസ് എന്നാണ് ഈ ഡൈനോസറിനെ വിളിക്കുന്നത്. ഇവർ സസ്യങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ നായകനെയും നായികയെയും ഒപ്പമുള്ളവരെയും ജീവനോടെ നമ്മളിപ്പോൾ കാണുന്നത്. വളരെ കൗതുകത്തോടെ അലൻ ഈ ഡൈനോസറിന് എത്ര കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ, ഒരു ടീറക്സിന്റെ അത്രയും വേഗത്തിൽ ഇത് ഓടുമെന്ന് പറഞ്ഞിട്ട് വെൽക്കം ടു ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞവരെ ക്ഷണിക്കുന്നു. അങ്ങനെ പാർക്കിലെത്തിയതിനു ശേഷം ഹാമണ്ട് തൻ്റെ ഒരു ഓൾഡ് വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ വീഡിയോയിൽ എങ്ങനെയാണ് ഈ ഡൈനോസറുകളെ ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. ഒരു തുള്ളി രക്തത്തിൽ നിന്നും ഒരുപാട് DNA നമുക്ക് കിട്ടും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കൊതുകുകൾ ജീവിച്ചിരുന്നു. അന്ന് ഈ കൊതുകുകൾ ഡൈനോസറിന്റെ ബ്ലഡ് കുടിച്ചിരുന്നു. അതിൽ ചില കൊതുകുകൾ മരത്തിന്റെ കറയിൽ കുടുങ്ങിപ്പോകാറുമുണ്ട്. അങ്ങനെ അത് കുറെ വർഷങ്ങൾക്ക് ശേഷം അതൊരു ഫോസിലായി മാറും. എന്നിട്ട് ആ കൊതുകിന്റെ ഫോസിലുകൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ കൊണ്ടുവരും. ശേഷം അതിൽ നിന്നും ഡൈനോസറിന്റെ DNA എടുക്കും. തുടർന്ന് അതിൽ നിന്നും നമുക്കൊരു ബേബി ഡൈനോസറിനെ കിട്ടിയെന്ന് പറയുകയാണ്. വീഡിയോ കണ്ടതിന് ശേഷം അവർ എല്ലാവരും ആ ലാബിലോട്ട് പോകുന്നു. അവിടെ ആ സമയം ഒരു വെലോസിറാപ്റ്റർ മുട്ട വിരിയുകയാണ്. ഏത് ഡൈനോസറിന്റെ മുട്ട വിരിഞ്ഞാലും അതിന്റെ അടുത്ത് താൻ ഉണ്ടായിരിക്കണമെന്ന് ഹാമണ്ടിന് നിർബന്ധമാണ്. കാരണം മുട്ട വിരിയുന്ന സമയത്ത് ആരാണ് അതിനെ പോയി തലയോടി അടുത്ത് നിൽക്കുന്നത് അവരെ ഈ ഡൈനോസർ ഒരിക്കലും മറക്കില്ല, എപ്പോഴും അതിന് ഓർമ്മ കാണും എന്നായിരുന്നു ഹാമണ്ട് പറഞ്ഞത്. ശേഷം അവരെ വെലോസിറാപ്റ്ററിനെ കാണിക്കാൻ വേണ്ടി പുറത്തു കൊണ്ടുപോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗാർഡ് അവരോട്, ഇവിടെ 8 മാസം പ്രായമുള്ള ഒരു ഡൈനോസർ ഉണ്ട്,
അതൊരു അപകടകാരിയായ ഒന്നാണ്, എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് അറ്റാക്ക് ചെയ്യാൻ വരുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. പിന്നീട് അവരെല്ലാം ആഹാരം കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ കൂട്ടത്തിലൊരാൾ ഡൈനോസറുകളുടെ കാര്യത്തെപ്പറ്റി സംസാരിക്കുകയാണ്. ഇവറ്റകൾ വലിയ അപകടം പിടിച്ച ഒന്നാണെന്നും ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് അത്ര നിസ്സാരമല്ല എന്നും പറയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം അതിനോടൊപ്പം യോജിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഹാമണ്ട് മാത്രം അതിനെതിരെയായിരുന്നു. ശേഷം അടുത്ത സീനിൽ കാണിക്കുന്നത് ഹാമണ്ടിന്റെ ചെറുമക്കളെയാണ്. ഹാമണ്ട് ഒഴിച്ച് ബാക്കിയെല്ലാവരും ജീപ്പിൽ കയറി ജുറാസിക് പാർക്കിനകത്തേക്ക് പോകുന്നു. ആദ്യം ഒരു ഡൈനോസറിനെ കാണാൻ പോകുമ്പോൾ അത് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ടീറക്സിനെ കാണാൻ പോകുമ്പോൾ അതും അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മുമ്പിലായിട്ട് വീണ്ടും പോകുമ്പോൾ അവിടെ വേറെ ഒരു ഇനം ഡൈനോസർ വയ്യാതെ കിടക്കുന്നു. അതിൻ്റെ അടുക്കൽ അവരെല്ലാം നിൽക്കുമ്പോൾ ഇവരെല്ലാം ക്യാമറയിൽ കൂടെ ഹാമണ്ടും കൂട്ടരും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ കാലാവസ്ഥ വളരെ മോശമാവുകയും അവരെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരാനും ഹാമണ്ടിൻ്റെ കൂട്ടുകാർ പറയുന്നു. ശേഷം ഡെന്നീസ് റെഡ് ടീഷർട്ട് ഇട്ട ആളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിരുന്നല്ലോ, അതുകൊണ്ട് അയാൾക്ക് 15 തരത്തിലുള്ള ഡൈനോസറുകളുടെ DNA കൊടുക്കാൻ വേണ്ടി ലാബിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് സെക്യൂരിറ്റി പാസ്വേഡ് ചേഞ്ച് ചെയ്ത് 15 തരം DNAയും എടുത്ത് സ്ഥലം കാലിയാക്കുന്നു. ഇതേ സമയം എല്ലി ഒഴിച്ച് ബാക്കിയെല്ലാവരും ജുറാസിക് പാർക്കിനകത്തേക്ക് തിരിച്ചു പോകും. എല്ലി വയ്യാത്ത ഡൈനോസറിന്റെ അടുത്ത് കാവലിരിക്കുകയാണ്. വൈകുന്നേരമാകുമ്പോൾ അവിടുത്തെ ഗാർഡ് അവളെ വീട്ടിൽ കൊണ്ടാക്കാമെന്നാണ് അവളോട് പറഞ്ഞത്. ഈ സമയം ലാബിനകത്ത് ജുറാസിക് പാർക്കിന്റെ ഡോറെല്ലാം ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് സിസ്റ്റം ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പാസ്വേഡ് ഇട്ടിരിക്കുന്നു. ഇതൊക്കെ ചെയ്തത് ഡെന്നീസാണ്. ഇനി ഡെന്നീസിന് മാത്രമേ ഈ സിസ്റ്റമൊക്കെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹാമണ്ടും കൂട്ടരും എന്തൊരു ചെയ്യണമെന്നറിയാതെ ആകെ പെട്ടിരിക്കുന്നു. ആ നേരം ജുറാസിക് പാർക്കിൽ നായകനും കൂട്ടരും 2 കൊച്ചുകുട്ടികളും ജീപ്പിൽ തന്നെയാണ്. നല്ല ഇടിവെട്ട് മഴയും പെയ്യുന്നുണ്ട്. കാറിനകത്ത് മെയിൻ ഡോർ ഓപ്പൺ ആവാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ മുമ്പിലത്തെ ഗ്ലാസ്സിൽ ഒരു ആടിന്റെ കാല് വന്ന് ചോരയോടെ വീഴുകയാണ്. ഇത് പെൺകുട്ടി കാണുകയാണ്. അവൾ നോക്കുമ്പോൾ അവിടെ കെട്ടിയിട്ടിരുന്ന ആടിനെ ഡൈനോസർ തിന്നുകൊണ്ടിരിക്കുന്നു. ഡൈനോസറിനെ കണ്ടതോടെ ആകെ പേടിച്ച് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പുറത്തേക്കിറങ്ങി ഓടി മുമ്പിൽ കണ്ട ബാത്റൂമിൽ കയറിയിരിക്കുന്നു. ലാബിലെ സിസ്റ്റമെല്ലാം ഓഫായതുകൊണ്ട് അവിടുത്തെ ഇലക്ട്രിക്കൽ ലൈനിലൊന്നും കറണ്ടില്ലായിരുന്നു. അതുകൊണ്ട് ഡൈനോസർ അതൊക്കെ പൊട്ടിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് വരുന്നു. അബദ്ധവശാൽ കുട്ടികളുടെ കയ്യിലിരുന്ന ടോർച്ച് ഓണാവുകയും അത് ഡൈനോസർ കാണുകയും അവരെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവരെ രക്ഷിക്കാൻ വേണ്ടി അലൻ ഒരു ലൈറ്റും എടുത്ത് ഡൈനോസറിന്റെ ശ്രദ്ധ മാറ്റിക്കൊണ്ടുവരുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ അതേപോലെ മറ്റൊരു ലൈറ്റ് എടുത്ത് ഡൈനോസറിന്റെ ശ്രദ്ധ മാറ്റുന്നു. പക്ഷേ ഡൈനോസർ അയാളുടെ പിന്നാലെ ആക്രമിക്കാൻ പോവുകയാണ്. അയാൾ പേടിച്ചോടി മറ്റേയാൾ ഇരിക്കുന്ന ബാത്റൂമിലോട്ട് ഓടുന്നു. ഡൈനോസറിന്റെ ആക്രമണത്തിൽ ബാത്റൂം പൊളിയുകയാണ്. ലൈറ്റുമായി ഓടിയ ആള് തൽക്കാലം അതിന്റെ ഇടയിൽ കുടുങ്ങി രക്ഷപ്പെടുന്നു. പകരം ആദ്യം ഓടിക്കയറിയ ആള് ഡൈനോസറിന്റെ കണ്ണിൽ പെടുകയാണ്. അങ്ങനെ ഡൈനോസർ അയാളെ കൊല്ലുന്നു. ശേഷം ഇവിടെ അലൻ ഡൈനോസറിന്റെ ആക്രമണത്തിൽ മറിഞ്ഞു കിടക്കുന്ന കാറിൽ നിന്നും പെൺകുട്ടിയെ രക്ഷിക്കുന്നു. തുടർന്ന് ആ പയ്യനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഡൈനോസർ കാറിനെ തള്ളി ഒരു താഴ്ചയിലോട്ട് ഇടുകയാണ്. തലനാടിക്ക് നായകനും പെൺകുട്ടിയും രക്ഷപ്പെടുന്നു. ആ ചെറുക്കൻ കാറിനുള്ളിൽ തന്നെ ഒരു മരത്തിന്റെ മുകളിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലി ലാബിനകത്തേക്ക് എത്തുകയാണ്. ഡെന്നീസാണ് സിസ്റ്റം പാസ്വേഡ് മാറ്റി തങ്ങളെ കുടുക്കിയതെന്ന് ഹാമണ്ടിനും കൂട്ടർക്കും മനസ്സിലാകുന്നു. പക്ഷേ അതേസമയം രക്ഷപ്പെട്ട് 15 ഡൈനോസറുകളുടെ DNAയുമായി പോകുന്ന ഡെന്നീസ് മഴയും കാറ്റും കാരണം റോഡ് കാണാതെ ഒരു താഴ്ചയിലേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ ടയർ ചെളിയിൽ താന്നു പോവുകയാണ്. തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമം കണ്ടെത്തുന്ന സമയത്ത് അവിടേക്ക് മറ്റൊരു ഇനം ഡൈനോസർ വരികയാണ്. രൂപത്തിൽ ചെറുതാണെങ്കിലും ആളൊരു കില്ലാടിയാണ്. ദൈവം കൊടുത്ത ശിക്ഷ എന്നതുപോലെ ഡെന്നീസിനെ ആ ഡൈനോസർ കാറിനകത്ത് വെച്ച് കൊല്ലുകയാണ്. ഇതേ സമയം മരത്തിന് മുകളിൽ കുടുങ്ങിക്കിടക്കുന്ന കാറിനകത്ത് നിന്നും അലൻ ആ ചെറുക്കനെ രക്ഷിക്കുന്നു. ഈ ഒരു സമയത്ത് തന്നെ എല്ലിയും ബാക്കിയുള്ളവരും ചേർന്ന് ജുറാസിക് പാർക്കിനകത്ത് അവരെ അന്വേഷിച്ച് വരുമ്പോൾ പരിക്ക് പറ്റിക്കിടക്കുന്ന അലനോടൊപ്പം ഉണ്ടായിരുന്ന ആളെ കാണുകയാണ്. അയാളെയും എടുത്ത് വണ്ടിയിൽ പോകുന്ന വഴിക്ക് പിന്നാലെ ആ കൊലയാളി പിന്തുടരുകയാണ്. പക്ഷേ ഭാഗ്യത്തിന് അവർ കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. ഇവിടെയാണെങ്കിൽ നായകനും കുട്ടികളും രക്ഷപ്പെട്ട് ഒരു മരത്തിന് മുകളിലിരിക്കുമ്പോൾ അവിടെ വെച്ച് ഒരുപാട് ബ്രോണ്ടോസോറസിനെ അവർ കാണുകയും കുട്ടികൾ അതിനെ തലയോടുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അവർ നോക്കുമ്പോൾ അലന് ഒരുപാട് ഡൈനോസർ മുട്ടകൾ വിരിഞ്ഞ മുട്ടത്തോട് കിട്ടുന്നു. ഒപ്പം അവ ഓടിപ്പോയതിന്റെ കാലടയാളവും. തുടർന്ന് അവർ അതിനെ പിന്തുടർന്ന് പോകുന്നു. ലാബിനകത്ത് വെച്ച് സിസ്റ്റം എല്ലാം റീസ്റ്റാർട്ട് ചെയ്താൽ എല്ലാ പ്രശ്നവും മാറുമെന്ന് ഹാമണ്ട് പറയുന്നു. അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്ത് സിസ്റ്റം ശരിയായെങ്കിലും ബ്രേക്കർ ട്രിപ്പ് ആവുന്നത് കൊണ്ട് ചില സിസ്റ്റം ഓഫായി പോവുകയാണ്. അലനും കുട്ടികളും ചെറിയ ബേബി ഡൈനോസറിന്റെ കാൽപ്പാട് പിന്തുടർന്ന് ഒരു വിജനമായ പ്രദേശത്ത് വന്നെത്തുമ്പോൾ
അവിടെ വെച്ച് ഗല്ലിമൈമസ് എന്ന ഡൈനോസർ വർഗത്തിന്റെ ഒരു കൂട്ടം പടയോടെ ഓടി വരികയാണ്. പെട്ടെന്ന് അവർ തിരിഞ്ഞോടി തൊട്ടടുത്ത് കണ്ട മരത്തടിയുടെ പിന്നിൽ ഒളിച്ചിരിക്കുമ്പോൾ അവിടെ ടീറെക്സ് വന്ന് അതിനെ ഓരോന്നിനെയും പിടിച്ചു തിന്നുന്നു. അടുത്ത സീനിൽ എല്ലിയും കൂടെ ഒരാളും ചേർന്ന് സിസ്റ്റം ഓണാക്കാൻ വേണ്ടി ഒരുപാട് ഡൈനോസറുകൾ കറങ്ങി നടക്കുന്ന പാർക്കിനകത്തേക്ക് ചെല്ലുകയാണ്. ഇവരെ നിരീക്ഷിക്കുകയും ഗൈഡ് ചെയ്യുന്നതും ഹാമണ്ടാണ്. കൂട്ടത്തിലുണ്ടായിരുന്ന ആള് തോക്കെടുത്ത് ചൂണ്ടിയിട്ട് നീ ധൈര്യമായി പോ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കാമെന്ന് പറയുമ്പോൾ രണ്ടും കൽപ്പിച്ച് എല്ലി ഓടി സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ റൂമിനകത്തേക്ക് കയറുന്നു. എന്നിട്ട് എല്ലാ സിസ്റ്റം ബ്രേക്കേഴ്സും ഓൺ ചെയ്യും. അതേ സമയത്ത് തന്നെ അടുത്ത സീനിൽ അലനും കുട്ടികളും ലൈൻ കമ്പിയിൽ കൂടെ ചാടി ജുറാസിക് പാർക്കിന്റെ അപ്പുറത്തേക്ക് ഇറങ്ങുന്നു. അതിൽ ഈ ചെറുക്കൻ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് കാല് തന്നെ ലൈനിൽ പിടിച്ചു കിടക്കുകയും ബ്രേക്കേഴ്സ് എല്ലാം ഓണായതുകൊണ്ട് അതിൽ കറണ്ട് പതിച്ച് ചെറുക്കനെ കറണ്ട് അടിച്ച് താഴേക്കിടുന്നു. സിസ്റ്റം എല്ലാം ഓണായതിന്റെ സന്തോഷത്തിൽ എല്ലി ഇരിക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു ഡൈനോസർ അവളെ ആക്രമിക്കുകയാണ്. തുടർന്ന് അവൾ രക്ഷ നേടാനുള്ള ശ്രമത്തിലും. പുറത്ത് എല്ലിയുടെ കൂടെ വന്നയാൾ മറ്റൊരു ഡൈനോസറിനെ കാണുകയും അതിനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ സൈഡിൽ നിന്നും മറ്റൊരു ഡൈനോസർ വന്ന് അയാളെ കൊല്ലുന്നു. അലൻ കറണ്ട് അടിച്ച കുട്ടിക്ക് കൃത്രിമ ശ്വാസം നൽകി ജീവൻ രക്ഷിക്കുന്നു. എന്നിട്ട് അവർ 3 പേരും മ്യൂസിയത്തിൽ പോയിട്ട് അലൻ കുട്ടികളെ അവിടെ ഇരുത്തിയിട്ട് എല്ലിയുടെ അടുക്കൽ പോകുന്നു. ഇവിടെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ഡൈനോസർ അവിടേക്ക് വരികയാണ്. അതിനെ കണ്ടതോടെ അവർ നേരെ കിച്ചണിലോട്ട് ഓടിപ്പോകും. എന്നാൽ അവിടെയും ഒരുപാട് ഡൈനോസറുകൾ നിൽപ്പുണ്ട്. രണ്ടുപേരും ബുദ്ധി പ്രയോഗിച്ച് അതിസാഹസികമായി രക്ഷപ്പെടുന്ന സമയത്ത് കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ അലനും എല്ലിയും വന്ന് അത്ഭുതകരമായി വളരെ ത്രില്ലോട് കൂടി അവരെ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാവരും മ്യൂസിയത്തിന്റെ മെയിൻ ഹാളിൽ നിൽക്കുമ്പോൾ അവർക്ക് ചുറ്റും ഒരുപാട് ഡൈനോസറുകൾ വളഞ്ഞു നിൽക്കുന്നു. അപ്പം തന്നെ വലിയൊരു ടീറെക്സ് വന്ന് ബാക്കിയുള്ള എല്ലാ ഡൈനോസറുകളെയും ഭക്ഷിക്കുന്നു. ഇത് ഇവർക്ക് വളരെയേറെ രക്ഷയാകുന്നു. പുറത്ത് ഹാമണ്ട് ജീപ്പിൽ വന്ന് നിൽക്കുകയാണ്. നായകനും നായികയും കുട്ടികളും അതിൽ കയറി രക്ഷപ്പെടുന്നു. പോകുന്ന വഴിക്ക് അലൻ ഹാമണ്ടിനോട് ഇത് ഓപ്പൺ ചെയ്യാൻ ഗവൺമെന്റിനോട് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ അനുമതി നൽകില്ലെന്ന് പറയുമ്പോൾ അതിനോട് ഹാമണ്ട് യോജിക്കുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്നും എല്ലാം മറന്ന് ഹെലികോപ്റ്ററിൽ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.